നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിന്റെ ശരിക്കുള്ള വിലയെന്താണ്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയ ബലി എന്നൊരാശയത്തെക്കുറിച്ചാണ്. ഇത് വെറുമൊരു കടമയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രവൃത്തിയുടെ ശക്തിയെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം. ഒരു വഴിപാട് നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ യഥാർത്ഥ അർത്ഥം? ഇതൊരു വെറും ചടങ്ങ് മാത്രമാണോ, അതോ അതിനപ്പുറം എന്തെങ്കിലും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? നമുക്ക് ഒരുമിച്ചിതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാലോ? ഈ പുതിയ ബലി എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്. ഇതൊരു നിയമപുസ്തകത്തിലെ വരികളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ സ്നേഹവും നന്ദിയും വിശ്വാസവും പ്രകടിപ്പിക്കാനുള്ളൊരു മാർഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് തുടങ്ങുന്നൊരു യാത്ര. അപ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്നതിന്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു രൂപം എന്തായിരിക്കും? അത് നന്ദിയാണ്. നമ്മൾ പഴയ ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ ഏറ്റവും ശക്തമായ പല വഴിപാടുകളും വെറുതെ നന്ദി പറയാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നുവെന്ന് കാണാൻ പറ്റും. നമുക്ക് നോഹയുടെ കഥ തന്നെ എടുത്തു നോക്കാം, അല്ലേ? ലോകം മുഴുവൻ നശിച്ചുപോയ ഒരു മഹാപ്രളയത്തെ അതിജീവിച്ച ശേഷം കരയ്ക്കിറങ്ങിയ നോഹ ആദ്യം ചെയ്ത കാര്യമെന്താണെന്നറിയാമോ? ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു യാഗമർപ്പിക്കുകയായിരുന്നു. അപ്പോ എന്തായിരുന്നു നോഹയെ ഇതിന് പ്രേരിപ്പിച്ചത്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല. അതൊരു നിയമമായിരുന്നോ? അതുമല്ല. ആ ഭയാനകമായ പ്രളയത്തിൽ നിന്ന് തന്നെയും തന്റെ കുടുംബത്തെയും രക്ഷിച്ചതിന് ഹൃദയത്തിൽ നിന്ന് തനിയെ വന്ന ശുദ്ധമായ നന്ദിയായിരുന്നു ആ യാഗത്തിനു പിന്നിൽ. ഇതേപോലൊരു നന്ദി പ്രകടനത്തിന്റെ മറ്റൊരുദാഹരണമാണ് അബ്രഹാമിന്റെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വലിയ യുദ്ധം ജയിച്ച് തന്റെ കുടുംബത്തെ രക്ഷിച്ചു മടങ്ങിവരുമ്പോൾ അദ്ദേഹം പുരോഹിതനായ മൽക്കീസേദക്കിന് തനിക്കുള്ളതിന്റെ 10 നൽകി. ഇവിടെയും നോഹയുടെ കാര്യത്തിലെന്ന പോലെ ഇതൊരു നിർബന്ധമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ അനുഗ്രഹത്തിനു ശേഷം ഹൃദയത്തിൽ നിന്നും വന്ന ഒരു നന്ദി പ്രകടനമായിരുന്നു. യുദ്ധവിജയത്തിനും പ്രിയപ്പെട്ടവർ സുരക്ഷിതരായി തിരിച്ചെത്തിയതിനും നന്ദി പറയുന്നൊരു രീതി. പക്ഷേ എല്ലാ വഴിപാടുകളും ഇങ്ങനെ നന്ദി പറയാൻ വേണ്ടി മാത്രമുള്ളതാണോ? ചില സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഏറ്റവും വലിയൊരു പരീക്ഷണമായിട്ട് മാറാറുണ്ട്. കായിന്റെയും ഹാബേലിന്റെയും കഥയെടുക്കാം. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. കായിൻ തന്റെ വിളവിൽ നിന്ന് കുറച്ചെടുത്തു കൊടുത്തു. എന്നാൽ ഹാബേലോ, അവൻ തന്റെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ലത്, കടിഞ്ഞൂലുകളിൽ നിന്നുള്ള കൊഴുപ്പുള്ള ഭാഗങ്ങൾ തന്നെ നൽകി. വെറുതെ എന്തെങ്കിലും കൊടുക്കുന്നതും നമ്മുടെ ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ശരിക്കും വ്യക്തമാണ്. എന്നാൽ വിശ്വാസത്തിന് ഇതിലും വലിയൊരു പരീക്ഷണം വരാനുണ്ടായിരുന്നു. അത് അബ്രഹാമിന്റെ ജീവിതത്തിലായിരുന്നു. ദൈവം ആവശ്യപ്പെട്ടത് എന്താണെന്ന് നോക്കൂ. ഒരച്ഛന് തന്റെ ജീവിതത്തിൽ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും ഭയാനകമായ കാര്യം. ഇതിലും വലിയൊരു പരീക്ഷണം വേറെയുണ്ടോ? ഇവിടെ വഴിപാടിന്റെ അർത്ഥം തന്നെ അങ്ങ് മാറിയാണ്. ഇതൊരു നന്ദി പ്രകടനമല്ല, മറിച്ച് അബ്രഹാമിന്റെ ഹൃദയം ശരിക്കും എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റായിരുന്നു അത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നതായിരുന്നു ചോദ്യം. നന്ദി, പരീക്ഷണം, ഈ 2 ഉദാഹരണങ്ങളും നമ്മളെ ഒരു പ്രധാനപ്പെട്ട സത്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ എന്തു കൊടുക്കുന്നു എന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് നമ്മൾ ഏത് മനസ്സോടുകൂടി കൊടുക്കുന്നു എന്നുള്ളത്. എല്ലാം തുടങ്ങുന്നത് കൊടുക്കുന്ന ആളുടെ ഹൃദയത്തിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഒരു ബലിയിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എന്തിലോ ആവട്ടെ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അതിന്റെ വിലയാണോ, വലുപ്പമാണോ, അതോ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത മറ്റെന്തെങ്കിലുമാണോ? ഉത്തരം വളരെ വ്യക്തമായി ഈ വാക്യത്തിലുണ്ട്. നിർബന്ധിച്ചിട്ടോ സങ്കടത്തോടെയോ കൊടുക്കുന്നതിലല്ല കാര്യം, മറിച്ച് സന്തോഷത്തോടെ കൊടുക്കുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ആ തീരുമാനത്തെയാണ് ദൈവം വിലമതിക്കുന്നത്. ഈ സന്തോഷത്തോടെ കൊടുക്കുന്നതിന് ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയുണ്ടോ എന്ന് സംശയമാണ്. ധൂർത്തപുത്രന്റെ കഥ. ആ അച്ഛന്റെ വാക്കുകളൊന്നോർത്തു നോക്കൂ. ആ വലിയ സദ്യയും പുതിയ ഉടുപ്പും മോതിരവുമൊന്നും ഒരു നിയമത്തിന്റെ ഭാഗമായിരുന്നില്ല. അതൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടല്ല കൊടുത്തത്. മരിച്ചുപോയി എന്ന് കരുതിയ മകൻ തിരികെ വന്നപ്പോൾ ആ അച്ഛന്റെ സ്നേഹത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും തനിയെ ഒഴുകി വന്നതായിരുന്നു അതെല്ലാം. ഓക്കെ, അപ്പോൾ ഈ പഴയ കഥകൾക്കൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണോ ഉള്ളത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാം? വളരെ സിമ്പിളാണ്. ഒന്നാമതായി, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഒന്ന് ഓർത്തെടുക്കുക. രണ്ടാമതായി, ആരും നിർബന്ധിച്ചിട്ടല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ കൊടുക്കാൻ തീരുമാനിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട്, എന്തു ചെയ്താലും അത് സന്തോഷത്തോടെ ചെയ്യുക. ദാവീദ് രാജാവിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ ആശയം ഒന്നുകൂടി വ്യക്തമാകും. അദ്ദേഹത്തിന് കൊടുക്കുകയെന്നത് ഒരു ഭാരമായിരുന്നില്ല, അതൊരു ആഘോഷമായിരുന്നു. ഞാൻ ആനന്ദഘോഷത്തോടെ യാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്കു പാടി കീർത്തനം ചെയ്യും.
അപ്പോ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷത്തോടെയുള്ള വഴിപാടെന്താണ്? അത് ചിലപ്പോൾ നിങ്ങളുടെ സമയമാകാം, നിങ്ങളുടെ കഴിവാകാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു നല്ല വാക്കോ പുഞ്ചിരിയോ ആകാം. എന്താണെങ്കിലും അത് ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടെയാവട്ടെ. ഈ വിശകലനം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.